റെജിനാൾഡ്, നിങ്ങൾ എന്റെ പ്രവാചകനെ പറ്റി അങ്ങനെ പറഞ്ഞെന്നുള്ളത് സത്യമാണോ? സുൽത്താൻ സലാഹുദ്ദീന്റെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു. തന്റെ രാജ്യത്തെ ജനങ്ങളെ കൂട്ടക്കൊല നടത്തിയ, മതം വിശ്വസിച്ചതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച ഏക്കറിന്റെ രാജാവ് റെജിനാൾഡ് ഡെ ഷാലറ്റിനോടാണ് സുൽത്താന്റെ ചോദ്യം. റെജിനാൾഡിന്റെ കയ്യിലെ കോപ്പ വിറക്കാൻ തുടങ്ങി. തന്റെ മുൻപിൽ നിൽക്കുന്നത് സുൽത്താൻ സലാഹുദ്ദീനാണ്. കിഴക്കും പടിഞ്ഞാറുമുള്ള ഏത് അധർമ്മകാരിയും ഭയപ്പെടുന്ന നീതിയുടെ പടവാൾ, സ്വന്തം ശരീരത്തെ ദൈവമാർഗത്തിൽ അർപ്പിച്ച വീര പോരാളി, ഈജിപ്തിന്റെയും ലെവന്റിന്റെയും ഹിജാസിന്റെയും സുൽത്താൻ, ഹറമുകളുടെ സേവകൻ. ഏതൊരു രാജാവും പറയുന്നതല്ലേ സുൽത്താൻ ഞാനും പറഞ്ഞുള്ളൂ. നമുക്കിടയിൽ രാജാക്കന്മാരുടെ നീതിയെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വിറക്കുന്ന സ്വരത്തോടെ റെജിനാൾഡ് പറഞ്ഞ് അവസാനിപ്പിച്ചു. കീഴടങ്ങുന്ന രാജാക്കന്മാരെ രാജാക്കന്മാർ കൊല്ലില്ലെന്ന ഒരു അലഖിത നിയമം മധ്യകാലത്ത് നിലനിന്നിരുന്നു. മാത്രമല്ല, ശത്രുക്കളോടുള്ള കാരുണ്യപൂർവമായ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ശത്രുക്കൾ പോലും പുകഴ്ത്തി പാടിയ ആളാണ് സലാഹുദ്ദീൻ. അതിനാൽ റെജിനാൾഡിന് മാപ്പ് നൽകപ്പെടും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. റെജിനാൾഡ്, ഞാനൊരു രാജാവോ സുൽത്താനോ അല്ല, മുഹമ്മദ് മുസ്തഫാന്റെ സേവകൻ മാത്രമാണ്. അതെ, റെജിനാൾഡിന് മുൻപിൽ നിൽക്കുന്ന സലാഹുദ്ദീൻ ഈജിപ്തിന്റെയും സിറിയയുടെയും ഫലസ്തീന്റെയും ഹിജാസിന്റെയും സുൽത്താനല്ല, ലോകം വിറപ്പിക്കുന്ന പോരാളിയല്ല, പടിഞ്ഞാറിന്റെ ഉറക്കം കെടുത്തിയ കിഴക്കിന്റെ വിമോചന നായകനല്ല. പകരം അദ്ദേഹം ഒരു സേവകനും ദാസനുമാണ്. ആരുടെ ദാസൻ? മരുപ്പറമ്പിൽ കൂട്ടം കൂടി ജീവിക്കുന്ന അറബികൾക്ക് ആകാശങ്ങൾക്ക് മുകളിലെ പ്രകാശത്തെ എത്തിച്ചു കൊടുത്തവരുടെ ദാസൻ. പ്രപഞ്ചത്തിന്റെ ഇരുട്ടിനെ അതിന്റെ വെളിച്ചത്തിൽ നിന്ന് ഊരിയെറിഞ്ഞ രാജകുമാരന്റെ ദാസൻ. മനുഷ്യവംശത്തെ വിമോചിപ്പിച്ച വിമോചകന്റെ ദാസൻ, മുഹമ്മദ് മുസ്തഫാന്റെ ദാസൻ. മുഹബത്തായിരുന്നു സലാഹുദ്ദീന്റെ ഇന്ധനം. സലാഹുദ്ദീന്റെ മാത്രമല്ല, അദ്ദേഹത്തിന് മുൻപും ശേഷവും വന്ന വിപ്ലവകാരികളുടെയൊക്കെ ഇന്ധനം. അബൂബക്കർ ബിൻ അബി ഖുഹാഫയുടെ, ഉമർ ബിൻ ഖത്താബിന്റെ, ഉസ്മാന്റെയും അലിയുടെയും ബിലാലിന്റെയും ഖാലിദിന്റെയും ഇമാദുദ്ദീൻ ജംഗിയുടെയും നൂറുദ്ദീൻ ജംഗിയുടെയും ഇന്ധനം. ആ ഇന്ധനമില്ലാത്ത വിമോചനങ്ങൾ വെറും കൂട്ടക്കൊലകളാണ്. ചുടുരക്തക്കളങ്ങൾ സൃഷ്ടിക്കുക എന്നല്ലാതെ അത് മാനവികതയ്ക്ക് യാതൊരു നേട്ടവും സമ്മാനിക്കാറില്ല. ഇന്നത്തെ മധ്യേഷ്യ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാങ്കികൾ വാഗ്ദാനം ചെയ്ത വിമോചന കുരുതിക്കളങ്ങളിലെ രക്തത്തുള്ളികളും മനുഷ്യാസ്ഥികളും അവസാന ശ്വാസത്തിൽ വിളിച്ചു പറയുന്നു, ഹുംയ സലാഹുദ്ദീൻ കും. 1000 സലാഹുദ്ദീൻമാരുടെ മാതാക്കളും പിതാക്കളും മുഹമ്മദിയ പ്രണയത്താൽ അനുഗ്രഹീതരാണ്.